സൂപ്പർ സിനിമ. ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ഒരു ഹൃദയം തുറന്ന് സങ്കടപ്പെട്ടൊരു സൗഹൃദത്തിൻ്റെ കഥ. ഗംഭീരമായിരുന്നു, ഗംഭീര കോമ്പിനേഷൻ. അത് 96 ശേഷം ഇവരുടെ കോമ്പിനേഷൻ്റെ അതിലും മനോഹരമായിരുന്നു. മികച്ച സ്ക്രിപ്റ്റാണ്. ആക്ച്വലി ഈ സിനിമ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ സമയപരിധി പോലും അറിയത്തില്ല. തിയേറ്ററിനകത്ത് ഇരുന്ന് കാണുമ്പോഴേക്കും ഒരു യാത്ര പോകുന്ന ഒരു പ്രതീതിയാണ്. ഇപ്പം അരവിന്ദ് സ്വാമി സാറും കാർത്തി സാറുമായിട്ടുള്ളൊരു ബന്ധം, അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കണക്ട് ചെയ്യുന്നത് അവരുടെ ആ നാടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ യാത്രയിൽ നമ്മളും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ആ ജീവിതത്തിലൂടെ അവരുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും അതുപോലെ തന്നെ മ്യൂസിക്കിലൂടെ ആയിരുന്നാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ് സിനിമ നമുക്ക് ഓൾറെഡി സമ്മാനിച്ചതാണ് 96 പ്രേംകുമാർ സാർ. ഇപ്പം എന്താ വേറൊരു ബ്യൂട്ടിഫുൾ സിനിമ. തിയേറ്ററിൽ ചെന്ന് പൈസ കൊടുത്തത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒത്ര സമയം ഇപ്പം ഇന്റർവെൽ ഇന്റർവെല്ലിന് ശേഷം ആയിക്കോട്ടെ അതിലൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കും. ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങൾ പോലെ, നമ്മുടെ കൂട്ടുകാരെ പോലെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളുള്ളത്. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് കരച്ചിൽ വരും. നമ്മൾ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളിൽ ബാല്യകാലത്തിലേക്ക് പോകും, വീണ്ടും തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മറന്നത് അതൊക്കെ ഈ സിനിമ നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു അടിപൊളി സിനിമ, തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. നല്ല പടമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു ലൈഫുള്ള സിനിമയാണ്. ഗോവിന്ദ് വസന്തിൻ്റെ മ്യൂസിക്കാണ് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ നമ്മൾ പിടിച്ചിരുത്തുന്നത്. അതുപോലെ കാർത്തിയും അരവിന്ദ് സ്വാമിയുടെ കോംബോ സീൻസ്, അവരോടൊപ്പം അവരുടെ നാട്ടിൽ ആ ലൈഫിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ജീവിക്കുന്നൊരു ഫീലാണ്. സ്ലോ ഫേസ് ഡ്രാമയാണെങ്കിൽ ഒട്ടും നമുക്ക് മടുപ്പില്ലാതെ എൻഡിങ് വരെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അറിയാതെ തന്നെ ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു ആ ഒരു ഫീല് പടം തരുന്നുണ്ട്. സൂപ്പർ മൂവി. സമയം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാഘം എന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ലൈഫിൽ തന്നെ നമ്മൾ ജീവിച്ച് തീർക്കുന്ന പോലെയാണ്, അവരോടൊപ്പം തന്നെ ജീവിക്കുന്ന ഫീലാണ്. പ്രേംകുമാറിൻ്റെ 96 ശേഷം മറ്റൊരു ഹിറ്റായിരിക്കും ഈ പടം എന്നുള്ളതിൽ ഒരു സംശയമില്ല. സൂര്യയും ജ്യോതികയാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഗോവിന്ദ് വസന്ത് മ്യൂസിക്. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീനിലും സീക്വൻസിലും കരയിപ്പിച്ച് ക്ലൈമാക്സ് ഒക്കെ ഇതുവരെ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഞെട്ടിച്ച് കളയുന്ന കരയിപ്പിക്കുന്നതല്ല, പക്ഷേ ഒരു ഫീൽ ഗുഡ്, ഒരു കണ്ണീരെങ്കിലും വരുന്ന ഒരു ഫീൽ ഗുഡ് ക്ലൈമാക്സ് ആണ്. നല്ല മൂവി. അടിപൊളിയാണ്. കാർത്തി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരും, പക്ഷെ ലേറ്റ് ആയിട്ട് വരുന്ന ആ ഇൻട്രോ സീനിലുണ്ടല്ലോ എൻ്റെ പോലെ ചിരിക്കുകയും ഭയങ്കര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടൊരു ക്യാരക്ടർ. രണ്ടുപേരും കോമ്പോസിഷൻസൊക്കെ അടിപൊളിയാണ്. വളരെ കുറച്ച് ക്യാരക്ടർ ഉള്ളെങ്കിലും പടം നിറഞ്ഞു നിൽപ്പുണ്ട്. അതിനോട് ഗോവിന്ദ് വസന്ത് മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേക്ക് പക്ക ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടിറങ്ങിയ ഒരു ഫീൽ പടം തരുന്നുണ്ട്. കൊള്ളാം. പടം അടിപൊളിയാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. ഈ പറഞ്ഞ പോലെ ആക്ഷനും ഓവർ കോമഡി ഒന്നുമല്ല, ഫാമിലി ഇമോഷൻസിനെ വാല്യൂ ചെയ്യുന്ന നമ്മൾ സ്ഥിരം നമ്മൾ എപ്പോഴെങ്കിലും 96 എന്ന ഫിലിം പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയി നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് നമുക്ക് ഫാമിലി റിലേറ്റ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ കണ്ണ് നിറയിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറക്കത്തുള്ളൂ. ഇത് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കി അങ്ങനെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സിനിമയല്ല ഇത്. ഭയങ്കര നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നമ്മുടെ ഫാമിലി മെമ്പറെ മിസ് ചെയ്യുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, അരവിന്ദ് സാറിൻ്റെ പെർഫോമൻസ് ആയാലും കാർത്തിയെ നമ്മൾ ആക്ഷനിൽ കണ്ടിട്ടുണ്ട്, കോമഡിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ നാച്ചുറലായിട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം എനിക്ക് കാണുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാഗായിട്ട് എനിക്ക് ഇത്ര മണിക്കൂർ പോയതേ അറിയില്ല. തിയേറ്ററിൽ വളരെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പോലും നമുക്കെന്താ പറയുക, പിന്നെ അടുത്ത് നിന്നൊന്ന് കാണാനായിട്ട് അവിടെ തന്നെ സീറ്റ് ഇരുന്ന് എൻജോയ് ചെയ്യാൻ ഇറങ്ങാൻ പോലും തോന്നില്ല. അത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. സ്റ്റോറി വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആയാലും ആക്ടിങ് വൈസ് ആയാലും അടിപൊളിയായിട്ട് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. അടിപൊളിയായിട്ട് ഞാൻ പറയില്ലേ, നമ്മൾ അരവിന്ദ് സാർ എന്ന് പറയുമ്പോൾ നമ്മൾ വില്ലൻ ആ ലെവലിലാണ്, ഇതാവുന്നതല്ല, വേറെ നാച്ചുറൽ ലെവലാണ്. അവരുടെ ആ കോമ്പോ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓവർ ടെൻഷൻ ഹൈപ്പ് അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.